ബന്ധം അത് ഏതായിരുന്നാലും ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ആ ഒരു ബന്ധം അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. പുതിയ തലമുറയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൽ വല്ല ആശയക്കുഴപ്പം അല്ലെങ്കിൽ അതിൻ്റെ പരിജ്ഞാനക്കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ചർച്ചകളുണ്ടെങ്കിൽ അത് നമുക്ക് ബാധകമല്ല. ശംസുദ്ദീൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും അങ്ങനെയൊന്നും ഇല്ലതാനും. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നുപെട്ടതിൽ നമ്മളൊക്കെ സന്തുഷ്ടരാണ്. പിന്നെ നമ്മോട് അല്പം രണ്ട് വാക്കുകൊണ്ട് അദ്ദേഹം സംവദിക്കും. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം അഥവാ തുടർന്ന് കൊണ്ടുവരുന്ന യോഗമാണ്. ഞാൻ നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് തൊട്ട് പല സെൻറ്ററുകളിലും പോകാനുണ്ട്. മാത്രമല്ല ഒരു പൊതുപരിപാടി ഷർഫിയിൽ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. നമ്മുടെ ഇർഫാനി ഉസ്താദിനും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. തുടർന്ന് ക്ലാസുകൾ നടക്കുകയാണ്. ആ പരിപാടിയുടെ ഈ വൈകുന്നേരത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. മഹത്തായ ഈ ചടങ്ങിൻ്റെ അഭിവന്ദനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അലി മൗലവി നാട്ടുകൽ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സലീം ഫൈസി, മുസ്തഫ ഷറഫി, അബ്ദുസ്സമദ് ഫൈസി, അബ്ദുൽ കരീം ഫൈസി, അബ്ദുള്ള സാഹിബ് എൻ പി അബൂബക്കർ ഹാജി, അബ്ദുള്ള സാഹിബ് കുപ്പം, അബ്ദുൽ ജബ്ബാർ മണ്ണാർക്കാട് തുടങ്ങി ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക് സെൻറ്ററിൽ ഇന്നൊരു മുഴുവ ദിവസ സംഗമമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെ പോയാലും നമ്മളുടെ മനസ്സും നമ്മുടെ രീതിയും അതെവിടെയാണെങ്കിലും ഒരുപോലെയാണ്. കിലോമീറ്ററുകൾക്കിപ്പുറം കേരളത്തിൽ നിന്ന് ജിദ്ദയിൽ വിശുദ്ധ ഗേഹങ്ങൾക്ക് സമീപം പ്രവാസ ജീവിതം നയിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ ആത്മീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അത് നമ്മൾ എവിടെയാണ് കഴിയുന്നതെങ്കിൽ അവിടെ ചെയ്യുമെന്നുള്ളതാണ് മലയാളി മുസ്ലിമിൻ്റെ സംഘടനാബോധവും സംഘടിതമായ ഇസ്ലാമിക പ്രവർത്തനത്തിലുള്ള മാനദണ്ഡവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെവിടെ പോയാലും അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു സവിശേഷതയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ മലയാള ജീവിതം പുനരാവിഷ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വല്ലപ്പോഴും, ഞാൻ വിശുദ്ധ ഉംറയുമായി ബന്ധപ്പെട്ട് വന്നതാണ്, ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ്. ഇവിടെ KMCCയുടെ ഒരു പരിപാടിയുണ്ട്. അപ്പം നാട്ടിലാണെങ്കിലും ഞങ്ങളൊക്കെ നമ്മുടെ പാർട്ടി കൺവെൻഷൻ, പാർട്ടി മീറ്റിങ്ങുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പരിപാടികൾ, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളുടെ പരിപാടികൾ, മറ്റ് നമ്മുടെ സാംസ്കാരിക പരിപാടികൾ, അതിലൊക്കെയാണ് പങ്കെടുക്കുന്നത്. അത് UAE-യിലും ജിദ്ദയിലും വന്നാലും ലക്ഷക്കണക്കിന് മലയാളികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ നമ്മുടെ നാടിനെ ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. അവിടെ നടക്കുന്ന അതേ ചടങ്ങുകളുടെ മറ്റൊരു പതിപ്പാണ് ഇവിടെയും നടക്കുന്നത്. അത് നമ്മളുടെ സംഘടിതമായ, നമ്മളുടെ ഇസ്ലാമികമായ, നമ്മുടെ രാഷ്ട്രീയമായ ഉന്നതമായ ബോധമാണ് അത് കാണിക്കുന്നത്. അത് മറ്റുള്ളവർക്കില്ലാതെ പോകുന്നതും അതുതന്നെയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ, മലയാളി മുസ്ലിങ്ങളെ വ്യത്യസ്തമാക്കുന്നതും ആ ഒരു ശൈലി തന്നെയാണ്. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒന്നു ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ ആർജിച്ച നവോത്ഥാനവും പുരോഗതിയുടെയും അടിസ്ഥാനവും അതുതന്നെയാണ്. 921 കലാപാനന്തര മുസ്ലിം സമൂഹത്തെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മതനേതൃത്വവും ചെയ്തത്. അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധിച്ചു. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി നല്ല ഔന്നിത്യമുണ്ട്, നല്ല സംഘടിത ബോധമുണ്ട്. അവകാശ സമര പോരാട്ടങ്ങളിൽ അവകാശങ്ങൾ നേടുന്ന കാര്യത്തിൽ സമൂഹത്തിൻ്റെ അഭിമാനകരമായ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നു.
ഭൗതികമായ വലിയ വലിയ പുരോഗതികൾ ആർജിച്ചു പോകുമ്പോഴും നമ്മളുടെ ദീനിൻ്റെ നന്മ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയുന്നത് ഈ ഉലമ ഉമറ ബന്ധമാണ്. സമസ്ത അതിന് വലിയ നേതൃത്വമാണ് നൽകി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്നൊരു ദിവസം ഇതൊരു ആത്മീയമായ സംഗമമാണ്. സമകാലിക സമസ്യകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നേരിടുന്ന വിഷയങ്ങളുണ്ട്, വിശ്വാസി സമൂഹം അതിജീവിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഓരോ സമയത്തും ആവശ്യാനുസരണമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ദീനിൻ്റെ ചൈതന്യം കേരളത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നല്ല ദീൻ നിലനിർന്നതുകൊണ്ട് നമ്മുടെ ഭൗതിക പുരോഗതിക്ക് അത് തടസ്സമായില്ല. ഭൗതികമായി വലിയ പുരോഗതി നേടിയപ്പോൾ അവിടെ നമുക്ക് ദീൻ കൈമോശം വന്നു പോയുമില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ, മലയാളി മുസ്ലിങ്ങളുടെ സവിശേഷതയായി ലോകം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് പ്രവാസ ജീവിതമായാലും അത് നാട്ടിലായാലും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ കമ്മിറ്റിയാണ്. അതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി തന്നെയാണ് ME എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന പട്ടിക്കാട് ജാമിയ നൂരിയയുടെ കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് നേതൃത്വം നൽകുന്നത്. ജാമിയയിൽ നിന്ന് യുവ പണ്ഡിതന്മാർ വർഷാവർഷം സനഡ് എടുത്ത് പുറത്തിറങ്ങുന്നു. നമ്മളത് വലിയ സമ്മേളനമായി നടത്തുന്നു. തൊട്ടുപുറത്തുനിന്ന് അതേ കമ്മിറ്റി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഇപ്പോൾ രണ്ടിൻ്റെയും പ്രസിഡന്റ്. മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു രണ്ടിൻ്റെയും പ്രസിഡന്റ്. അതേ കമ്മിറ്റിയിൽ നിന്ന് ആ കമ്മിറ്റി നേതൃത്വം നൽകുന്ന നല്ല സംവിധാനമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ME എഞ്ചിനീയറിംഗ് കോളേജ്. സാമൂഹ്യ സൃഷ്ടിപ്പിന് വേണ്ട നമ്മുടെ കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എല്ലാം രൂപകൽപ്പന ചെയ്യുന്ന യുവ എഞ്ചിനീയർമാരെ പുറത്തിറക്കുന്നതും അതേ കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പം ഭൗതികമുണ്ട്, ആത്മീയമുണ്ട്. ഒന്നിനെ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ് നമ്മളുടെ സവിശേഷത. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിലും ഇവിടെയും നമ്മളതാണ് കാണുന്നത്. അപ്പം നാട്ടിലെ ഒരു SKSSൻ്റെ അല്ലെങ്കിൽ SYSൻ്റെ അല്ലെങ്കിൽ ഒരു മഹല്ല് തലത്തിലുള്ള ഒരു കൂട്ടായ്മ പോലെ ഇന്നൊരു അവധി കിട്ടിയപ്പോൾ ആത്മീയമായ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇവിടെ ഇസ്ലാമിക് സെൻറ്ററിൽ നിങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത്. ഇതിനെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ദീർഘമായി സംസാരിക്കാൻ സമയം, വേറെയും ചില പരിപാടികളുണ്ട്, അതിൻ്റെ ആവശ്യവുമില്ല. ഇപ്പോൾ പണ്ഡിതന്മാരുടെ കൃത്യമായ ക്ലാസ്സുകൾ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു പ്രസംഗമായതുകൊണ്ട് ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ അലി മൗലവിദിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, പിന്നെ ഇപ്പോൾ ഒരു ഉദ്ഘാടനം എന്നിരുന്നാലും ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതനുസരിക്കുന്നു. ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം ഉച്ചരിച്ച് നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.